ഏ ഇല്ല, ഞാൻ പോയിട്ട് വരും കേട്ടോ. ഞാൻ പരിപാടിക്ക് പോവാ. താണ്ടെ ഇങ്ങോട്ട് പോകും. ഞാൻ താണ്ടെ എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് അത് അവിടെ തന്നെ കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. വന്ന് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നേ രക്ഷമായിട്ട് ഇവിടെ തന്നെ കുഞ്ഞുങ്ങളൊന്നും വരുത്തില്ല. മോനല്ലയോ മോന് അവരും അങ്ങനെ കുടിക്കത്തില്ല. ഇല്ല വേണ്ട കാര്യമില്ല. നല്ല ആവണ്ട, നല്ല മനസ്സിലായിട്ട് പോകുന്നത് അത്രയും അതെ തന്നെ. അവർക്കും തീർച്ചയായിട്ടും വരുന്നു. ഓക്കെ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. 4:10 എനിക്ക് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ്. എത്തിഹാദ് ഫ്ലൈറ്റിലാണ്. അത് കണക്ഷനാണ്. അബുദാബിയിൽ എത്തിയിട്ടാണ് അടുത്ത ഫ്ലൈറ്റിൽ ഖത്തറിലേക്ക് പോകേണ്ടത്. ഞാനൊരു 1 മണിയോട് കൂടി എയർപോർട്ടിലെത്തി. കുറച്ച് സമയം അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നടന്നു. എന്നിട്ടൊരു കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ കയറി. നല്ല സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയത്. ഫ്ലൈറ്റ് യാത്ര തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടി. ഓംലെറ്റ് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് എല്ലാം കഴിച്ച് കുറച്ച് നേരം ഒന്ന് മങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊന്ന് അവിടെ എത്താറായി. കാരണം പകൽ വെട്ടമൊക്കെ വീണു തുടങ്ങി. നേരെ ഒരു 7:30 കൂടി അബുദാബിയിലെത്തി. ഇതാണ് വന്ന ഫ്ലൈറ്റ്. എന്നിട്ട് നേരെ അബുദാബി എയർപോർട്ടിലേക്ക് കയറി. ഇനി അടുത്തത് 9:20 അടുത്ത ഖത്തറിലേക്കുള്ള ഈ കണക്ഷൻ ഫ്ലൈറ്റ്. കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കുറച്ചധികം റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ കയറേണ്ട സ്ഥലമൊക്കെ നോക്കി ഏത് ഗേറ്റ് വഴിയാണ് കയറേണ്ടതെന്നൊക്കെ അറിയണം. അത് ടിക്കറ്റ് നോക്കിയിട്ട് നേരെ അങ്ങോട്ട് നടന്നു. അപ്പം നല്ലപോലെ വെളുത്ത് രാവിലെ ഒരു 8:30 കൂടി ബോർഡിങ് ആരംഭിച്ചു. അപ്പോൾ അവിടെ നിന്നപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റ് കാണാം. ഈ ഫ്ലൈറ്റിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതിനകത്ത് ലഗേജൊക്കെ എനിക്കൊന്ന് കയറിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഇവിടെ നമുക്ക് സുഹൃത്തിനെ കണ്ടു കേട്ടോ, പൊന്നാനിയിലുള്ള. എൻ്റെ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഈ കൂട്ടുകാരനാണ്. അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പൊന്നാനിയിലാണ് വീട്. അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. എന്നതിന് ശേഷം ഫ്ലൈറ്റ് സമയമായി. ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. 9:20 ഇവിടുന്ന് എടുക്കുന്നത് ഖത്തറിലേക്കുള്ള ആ ഫ്ലൈറ്റ്. അത്യാവശ്യം വലിയ ചൂടൊന്നുമില്ല കേട്ടോ. തണുപ്പൊക്കെ തുടങ്ങുന്നേ ഉള്ളെന്നാണ് ഇവരൊക്കെ പറയുന്നത്. നേരെ ഫ്ലൈറ്റിൽ കയറി. നല്ല സുഖകരമായ യാത്രയായിരുന്നു ഈ ഫ്ലൈറ്റിലും. കാരണം ഫ്രണ്ടിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ കാലൊക്കെ നല്ലപോലെ നൂത്ത് വെച്ച് അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റി. കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ഞാൻ ആ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ആണ് ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്ലൈറ്റ് നേരെ റൺവേയിലേക്ക് കയറി. അങ്ങനെ അബുദാബിയിൽ നിന്നും ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ എത്തിഹാദിൽ വിമാനം താണ്ടെ
കടലിൽ നിന്ന് നേരെ റൺവേയിലേക്ക് ഇറങ്ങിയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഖത്തർ ദോഹയിൽ ഞങ്ങളല്ല ഞാനേ ഉള്ളൂ ഇറങ്ങി. വളരെ സന്തോഷമാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്. സാധാരണ പല രാജ്യങ്ങളിലും പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ഇവിടെ ക്ഷണിക്കുന്നത്. അതിനെന്നെ ക്ഷണിച്ച കൊട്ടാരക്കര അസോസിയേഷൻ്റെ എല്ലാ കൂട്ടുകാരോടും, പ്രത്യേകിച്ച് എൻ്റെ ബിജുവിനോടും. ബിജുവാണ് എന്നെ സ്വീകരിക്കുന്നുണ്ടെന്നത്. ബിജു വന്നു. ബിജു ഉണ്ട്, അതുപോലെ ജോബിനുള്ളിയുണ്ട്, ദീപോളിയിലുണ്ട്. അപ്പം അവിടുത്തെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എനിക്ക് ബൊക്കയൊക്കെ തന്ന് സ്വീകരിച്ചു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് ഇതൊക്കെ. കാരണം നമ്മുടെ നാട്ടിലുള്ളൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ, അതും ഗസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വിളിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി, ഇത് ദീപൻ്റെ വണ്ടിയാണ്, ദീപൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയത്. ഞാനും ജോബിൻ്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ പോയി, ഞാനും ബിജുവിൻ്റെ വണ്ടി ഓഫീസിലിട്ടിട്ടാണ് എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാനും ബിജുവും ദീപവും കൂടി നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ സുഖമായി ഹോട്ടലിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.